രാവിലെ എണീറ്റപ്പോൾ അച്ചുമോൻ്റെ കണ്ണ് നന്നായി ചോര കളറിൽ ചുമന്നിരിക്കും ചെയ്യുന്നുണ്ട്. കണ്ണ് ചെറിയൊരു വീക്കുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാട്ടോ. ഞങ്ങളപ്പോൾ ഫുഡൊന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ കയറി. അപ്പോൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഈ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു ഞാൻ വർക്കിന് പോയി. അച്ചുവും ലക്ഷ്മിയും കൊണ്ട് ലക്ഷ്മിയുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരാക്കിയിട്ടാണ്. അവിടെ എത്തിയിട്ട് അവർ റീൽസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ചുമാൻ്റെ അടിയിലൊക്കെ കയറി കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ പിള്ളേർ നന്നായി കളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണേ കേട്ടോ. അതിനുശേഷം അവർ വീണ്ടും കുറേ റീലൊക്കെ എടുത്തിട്ടുണ്ട്. ഫോണിൽ ലച്ചുമോളുടെ അടുത്തായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നെ കുറേ ഇങ്ങനെ എടുക്കാമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നു. ഏട്ടൻ ബസ് സ്റ്റോപ്പിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂർ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ചായ കടയിൽ ഞങ്ങൾ സ്ഥിരം കഴിക്കാനുള്ള കടയാട്ടോ. ഞങ്ങൾ ചായയും മുട്ട ബജിയും മുളക് ബജി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ചമ്മന്തി നല്ല ടേസ്റ്റ് അവിടുത്തെ. അതുകൊണ്ട് ഞാനത് അവിടെ പോയി എനിക്ക് വേണ്ടി ചമ്മന്തി ഇത്തിരി കൂടുതൽ വാങ്ങിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ആ ചേച്ചി ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആട്ടോ, ചായക്കടയിൽ ആ ചേച്ചി. അപ്പോൾ ആൾ എന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ മറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ ചേച്ചി പറയണത് നോക്കിക്കോട്ടോ. വേണ്ട വേണ്ട തലയൊന്നും വെളിയിൽ കാണിക്കേ. ആ ചേച്ചിയുടെ വീടും പാലക്കാടാട്ടോ. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ പാലക്കാടുകാരനെ കണ്ടു വെച്ചാൽ പാലക്കാടുകാർക്ക് ഒരു പ്രത്യേക വർത്താനം ഉണ്ടല്ലോ, സ്നേഹം ഉണ്ടല്ലോ എന്ന് ഏട്ടൻ അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. അതെന്താണ് ഗൈസ് പാലക്കാട്ടുകാരനെ കണ്ട ഈ തൃശ്ശൂരുകാർക്ക് ഒരു പുച്ഛം. അത് കഴിഞ്ഞത് ലച്ചുവിൻ്റെ ഡാവണി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മേടിച്ചു. ലച്ചുവിൻ്റെ ഡാവണി കിട്ടിയപ്പോൾ സന്തോഷമായിട്ടിരിക്കണം. എന്താ അപ്പോൾ അച്ചുമോൻ അതിൻ്റെ ഇടയ്ക്ക് പറയണത് ദേഷ്യം വന്ന് ഇരിക്കട്ടോ. അച്ചുമോൻ അച്ഛൻ പടങ്ങണേ എന്താ പടങ്ങണേ. അതിനുശേഷം ഞങ്ങൾ മീനൊക്കെ മേടിച്ചു വീട്ടിലേക്ക് പോന്നു കേട്ടോ. മീനൊക്കെ വറുത്തു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ലച്ചുമോള് ഡാവണയൊക്കെ ഇട്ട് നോക്കി ഫോട്ടോ പോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.